പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു ഡംപിങ് യാർഡാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള കുറേയധികം സ്ഥലത്തുള്ള വലിയൊരു ഡംപിങ് യാർഡാണെന്ന് തോന്നുന്നു അല്ലേ? ആ തെങ്ങിൻ്റെയൊക്കെ അവസ്ഥ അത് കരിഞ്ഞു. അശ്വിൻ, തീർച്ചയായും ആഷ്മി, അത്രത്തോളം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. വലിയ ഡംപിംഗ് യാർഡ് എന്ന് വെച്ചാൽ ജനവാസ മേഖലയാണ്. അവിടെയാണ് എത്രത്തോളം വലിയൊരു ഈ ഡംപിംഗ് യാർഡ് പ്രവർത്തിക്കുന്നത്. ആ തീ ഇപ്പോൾ ഈ സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് കൂടി പടരുന്ന ഒരു ദാരുണ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ അധികം വൈകാതെ തന്നെ ഈ വീടിന്റെ മതിലിലേക്കും സമീപത്തൊരു വലിയ കെട്ടിടമുണ്ട്, അവിടേക്കുമൊക്കെ ഈ തീയുടെ വ്യാപ്തി നീളാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. അത് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിന്റെ വെള്ളം അല്പസമയം മുമ്പ് തീർന്നിരുന്നു. ഒറ്റ ഫോഴ്സിൽ ഒരു തവണ മാത്രമേ അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വീണ്ടും അത് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഒറ്റ തവണ പ്രയോഗിച്ചാൽ ആ വെള്ളം അതോടുകൂടി തീരും. പിന്നെ അത് റീഫിൽ ചെയ്യാനായിട്ട് ഒരു ഇത് തീ ഇതേ മട്ടിൽ കത്താൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് ഉണ്ട്? 3 ഉണ്ടോ ശ്യാം? അശ്വിൻ, ഒറ്റ ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രമാണ് കാശ്മീരുള്ളത്. അടിയന്തരമായി തന്നെ അടുത്ത യൂണിറ്റുകൾ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അവിടെ ഫയർഫോഴ്സ് കടവന്തലിൽ നടക്കം ഇവിടേക്ക് സമീപ ജില്ലകളിൽ നിന്ന് പോലും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒരുപക്ഷെ എത്തിയേക്കും. കാരണം അത്രത്തോളം വ്യാപ്തിയിലുള്ള തീപിടുത്തമാണ്. സമീപത്ത് നിരവധി വീടുകളുണ്ട്. അതുകൂടാതെ ഹോസ്റ്റലുകളടക്കം പ്രവർത്തിക്കുന്ന, വാടകയ്ക്ക് കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അവിടേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടേക്ക് ഒരു ഫയർഫോഴ്സ് യൂണിറ്റിന്റെ സൗണ്ട് കൂടി കേൾക്കുന്നുണ്ട്. അതുകൂടി എത്തിയാൽ കൂടുതൽ കാര്യക്ഷമമായി വേഗം തന്നെ, അത്ര വേഗതയില്ലാതെ അത് കൂടുതൽ വേഗത്തിൽ അവിടുത്തെ തീ അണയ്ക്കാനാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ റോഡിനപ്പുറത്ത് മറ്റൊരു റോഡുണ്ട്. ആ റോഡ് വഴി ഒരുപക്ഷെ ഫയർഫോഴ്സ് യൂണിറ്റിനും കൂടി അവിടെ എത്തിയാൽ കൂടുതൽ പെട്ടെന്ന് തീ അണയ്ക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗ്യാസ് കുറ്റി അടക്കം സൂക്ഷിച്ചിരിക്കുന്നു. ഒപ്പം ഇലക്ട്രിക് സാധനങ്ങളുണ്ട്. അതെല്ലാം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാനാവുന്നുണ്ട്. ഒപ്പം മലിന പുകയാണത്. നേരിട്ട് ശ്വസിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകും. പക്ഷേ വളരെ പെട്ടെന്നുണ്ടായ ഒരു തീപിടുത്തമായതുകൊണ്ട് തന്നെ മാസ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ അവർക്ക് ആരുടെയും കയ്യിൽ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. എന്തായാലും എന്താണ് ഈ തീപിടുത്ത കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഡംപിംഗ് യാർഡാണ്. അവിടെ ഈ തീപിടിച്ച് അകത്തേക്ക് കയറാൻ ഇപ്പോൾ കഴിയുന്നൊരു സാഹചര്യമല്ല. കാരണം അവരുടെ ഷെഡ് അത് ഈ തീപിടുത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട്. അത് പൊളിഞ്ഞ വഴിയിലേക്ക് വീണ് കിടക്കുകയാണ്. അവിടേക്ക് പോകണമെങ്കിൽ അത്രയും ഭാഗത്ത് തീ അണയ്ക്കണം. ആ തീ അണച്ച് അവിടെ വഴി ഒരുക്കിയാൽ മാത്രമേ ഫയർഫോഴ്സ് യൂണിറ്റിന് പോലും അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അകത്തേക്ക് കയറിയാലേ അവിടുത്തെ തീ അണയ്ക്കാനാവുകയുള്ളൂ. അങ്ങനെ ഈ ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു ഡംപിംഗ് യാർഡ് പൂർണ്ണമായും തീയിൽ അമരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ 2 വശത്ത് നിന്ന് ഫയർഫോഴ്സ് വെള്ളം അണയ്ക്കുന്നുണ്ട്. ഈ വീട്ടിലെ പൈപ്പ് ഉപയോഗിച്ചും ഒരു വശത്ത് ആ വീട്ടിലേക്ക് കയറുന്ന നമുക്ക് ഇത്രയും ഫയർ എഞ്ചിനോ വെള്ളമൊന്നും മതിയാവുന്നില്ല. തീ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണ വിധേയമാകുന്നതിന്റെ സൂചനയും കാണുന്നില്ല. അത് ആളിപ്പടരുക. അശ്വിൻ, അതെ, തീർച്ചയായും ഹാഷ്മി. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് 1-2 ഫയർഫോഴ്സ് യൂണിറ്റ് കൊണ്ടൊന്നും അണയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നിലവിൽ ഈ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് നിന്ന് ഫയർഫോഴ്സ് അവരുടെ ഹോസുകൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്നടക്കം വെള്ളം ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തെ തീ അത് എത്രയും വേഗം അണച്ചില്ല എങ്കിൽ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം ഒരു വീടാണ്, അതിന് പുറകിൽ നമുക്ക് മറ്റൊരു കെട്ടിടം കാണാം. അവിടേക്കൊക്കെ തീ വ്യാപിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഈ വശങ്ങളിലെ മറ്റ് വീടുകളുമായൊക്കെ അതിർത്തി പങ്കിടുന്ന, മറ്റ് പുരയിടങ്ങളുമൊക്കെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെ തീ എത്രയും വേഗം അണയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു അപകട സാഹചര്യമെങ്കിലും ഒഴിവായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കാണാം ഫയർഫോഴ്സിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലുള്ളൊരു പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ വലിയൊരു സഹായം ഫയർഫോഴ്സിന് ഇവിടെ ലഭിക്കുന്നുണ്ട്. അവർ ഈ വെള്ളം വരുന്ന, വളരെ ഫോഴ്സിൽ വെള്ളം വരുന്ന ഹോസ് തോളിലേറ്റിക്കൊണ്ട് ഫയർഫോഴ്സിനെ സഹായിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തായാലും ഇനിയിപ്പോൾ അകത്തേക്ക് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അകത്തേക്ക് വലിയ ദൂരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ തീ അണച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഒരു ബാക്കി കാണാൻ കഴിയുന്നത് അടുത്തടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ ഈ ജനവാസ മേഖലയിലൊക്കെ ഇത്രയും വിസ്തൃതിയിൽ ഇത്രയും ഉള്ള സ്ഥലത്ത് ആക്രി ഗോഡൗണൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നതിൽ ഒരു അസാധാരണതയുണ്ട്. പിന്നെ പറയേണ്ടതാണത്. എങ്കിൽ കൂടിയും ആ മേഖലകളിലേക്ക് തീ പിടിക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? തീയെ ഏതെങ്കിലും ഒരു വശത്ത് കത്തുക, ബാക്കി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ ഉള്ള സ്ട്രാറ്റജിയാണോ ഇപ്പോൾ ഫയർഫോഴ്സ് എടുക്കുന്നത് ഉള്ള യൂണിറ്റ് കൊണ്ട്? അശ്വിൻ,
എന്തായാലും അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്താൽ പോലും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഹാഷ്മി. കാരണം ഈ 2 യൂണിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അത്രത്തോളം വ്യാപ്തിയിലുള്ള, നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്, അത്രത്തോളം വ്യാപ്തിയിലുള്ള ഒരു തീപിടുത്തമാണ്. സമീപത്ത് വീടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തീപിടിച്ചതിന് ഏറ്റവും അടുത്തുള്ള ഒരു വീടിനോട് ചേർന്നാണ്. ഇവിടെ ആൾതാമസമില്ലാത്ത വീടാണ്, എങ്കിൽ പോലും വലിയ കോടികൾ മുടക്കി പണിതിരിക്കുന്ന വീടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ആൾതാമസമില്ല, അതുകൊണ്ട് വലിയ ആശങ്കകളില്ല. പക്ഷേ സമീപത്തുള്ള വീടുകളുണ്ട്, അവിടെയെല്ലാം ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ, ഒരുപാട് ആളുകളുള്ള സ്ഥലമല്ലേ? ഇഷ്ടം പോലെ ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ലേ? ഇത്രയും റഷായിട്ടുള്ള ഏരിയയിൽ ഇതേപോലത്തെ സ്ഥാപനങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ല. ഇത് തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ്. ഇതൊക്കെ അടിസ്ഥാന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിലല്ല ഈ സാധനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ലൈസൻസ് എന്താണെന്ന് പോലും അറിയില്ല. ഇത്രയും ജനങ്ങളും സ്കൂളൊക്കെ അടുത്തുള്ള സ്ഥലത്ത് ഇത്രയും മോശമായ ഒരു സംഭവം നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മുനിസിപ്പാലിറ്റി അനാസ്ഥയാണ്. എത്ര നാളായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്? ഇത് കുറേ ഒത്തിരി നാളായി ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. സുരക്ഷിതത്വം കുറവാണ്, തൊട്ടടുത്ത് വീടുകളില്ല. അപ്പോൾ ഇതിനനുസരിച്ചുള്ള സുരക്ഷിതത്വം ഒരിക്കലും കുറവാണ്. ഇപ്പം മറ്റു ഫ്ലാറ്റുകാർ പണിയുന്ന തകരം വെച്ചിട്ടുള്ള മറവ് മാത്രമേ ഉള്ളൂ. ബാക്കി തൊട്ടടുത്ത് വീടുകൾ, പല അനർത്ഥങ്ങളുണ്ടാവും. ഗ്യാസ് കുറ്റി മുതലുള്ള എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു ഏരിയയാണിത്. വിൽപ്പനയുണ്ട്. വിൽപ്പനയുണ്ട്. നമുക്ക് ആവശ്യമുള്ള തൊട്ടടുത്ത് വീടുകളിലേ ഉള്ളൂ. തൊട്ടടുത്ത് വീടുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കാൻ പാടില്ലായിരുന്നു. ഇത് എങ്ങനെയാണ് ഏകദേശം ഏത് സമയത്താണ് ഇത് ഉണ്ടാവുന്നത്? നിങ്ങളോട് ഉണ്ടായിരുന്നു? ഇപ്പോൾ ഒരു 1/4 മണിക്കൂറായിട്ട്. ഒരു 3/4 മണിക്കൂറിന്റെ മേലെ ആദ്യം ഒരു സ്ഫോടന ശബ്ദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, വല്ല ഗ്യാസ് കുറ്റിയാണോ അതുമാതിരിയുള്ള. ഇത് പുക കണ്ടപ്പോൾ എല്ലാവരോടും ഓടിക്കൂടി, എന്താ വേണ്ട, എല്ലാവരോടും ഒത്തുകൂടി എല്ലാവരും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഓടി വന്നു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ തന്നെ ഇത് അണയ്ക്കാനുള്ള അപ്പുറത്ത് തന്നെ താമസിക്കുന്നത്. വീട്ടിലേക്കൊക്കെ പുക എത്തി. ഞങ്ങൾ പുക കണ്ടോണ്ടാ വരുന്നത്. വീട്ടിലേക്ക് പോകെ എത്തിയിട്ടില്ല. കാറ്റുണ്ടെങ്കിൽ പോക മൊത്തം നിലത്തൂടെ പടന്നു വന്ന് അപ്പൊ നമ്മൾ അതാണോ ഇല്ല നമുക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ ഉള്ളിൽ സ്ഥാപനത്തിൽ ആളുണ്ടായിരുന്നു, അറിയാം? അതിനുള്ള സാധനം ഉണ്ടോന്നുള്ള കൃത്യമായിട്ട് അറിയത്തില്ല. ആളുകളുണ്ടായിരുന്നു. ആളുകൾ ഇന്ന് ഞായറാഴ്ച ആരുമില്ല. അവരെല്ലാരും വൈകിട്ട് ഇവർക്ക് ഗോഡൗൺ മാത്രമേ ഉള്ളൂ. ഓഫീസും റൂമൊക്കെ അപ്പുറത്താണ്. ഇത്രയും ജനവാസ മേഖലയിൽ ഇത് വർഷങ്ങളെ പ്രവർത്തിക്കുന്നില്ല. അല്ല ഇവര് കുറച്ച് നാളേ ഉള്ളൂ. ഫ്രണ്ടിൽ തന്നെയുണ്ട് ഇവരുടെ ഇത് ഗോഡൗൺ ആണ്. മലയാളികൾ തന്നെയാണ്. മലയാളികൾ അല്ല മലയാളികൾ. പക്ഷെ ഇത് ഞായറാഴ്ച കൊണ്ട് ആൾക്കാരിനടുത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, താമസമില്ല. സാധനം സൂക്ഷിപ്പ് മാത്രമേ. ഹാഷ്മി, എന്തായാലും ആ അപകടം അല്ലെങ്കിൽ നമുക്ക് ഒരു ഭീതി ജനിപ്പിച്ചിരുന്ന ഭാഗത്ത് തീ ഏകദേശം അണച്ചു എന്ന് തന്നെ പറയാം. 2 ഫയർഫോഴ്സ് യൂണിറ്റേ ഉള്ളൂ എങ്കിൽ പോലും അത് കാര്യക്ഷമമായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ആ ഒരു ആശങ്ക കുറച്ചെങ്കിലും മാറി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഈ അണയ്ക്കും തോറും അവിടേക്ക് വീണ്ടും ഈ ഉൾവശത്തുള്ള തീ വീണ്ടും ഈ വശങ്ങളിലേക്ക് ആളിപ്പടരുന്നുണ്ട് എന്നുള്ളതും ആശങ്കയാണ്. പക്ഷേ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫയർഫോഴ്സിൻ്റെ ഒരു തന്ത്രം അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ വശങ്ങളിലെ തീ ആദ്യം അണയ്ക്കുക എന്നുള്ളതാണ്. വശങ്ങളിലെ, അതായത് സമീപത്ത് 4 പാടും വീടുകളും കെട്ടിടങ്ങളും കൊണ്ട് ചുറ്റപ്പെടുന്ന ഒരു പ്രദേശമാണ്. ആ വശങ്ങളിലെ തീ അണച്ചാൽ മാത്രമേ ഒരു സുരക്ഷിതത്വം എന്ന് പറയാൻ. എന്തായാലും ഉണ്ടായതൊരു ഭീകര തീപിടുത്തമാണെന്ന് ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഒരു വലിയ ഏരിയയിൽ ആണ് ആക്രി ഗോഡൗൺ ഉണ്ടായിരുന്നത്. തീ അണയ്ക്കാനുള്ള തീവ്രശ്രമങ്ങൾ തുടരുന്നു. 2 ഫയർഫോഴ്സ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇതിങ്ങനെ നിന്ന് കത്തുക, ഇതിനകത്ത് താഴെ നിന്ന് അണയ്ക്കും തോറും കത്തി വരികയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് അണയ്ക്കാനുള്ള തീവ്രശ്രമം ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. അവരതിൽ എന്തായാലും വിദഗ്ധരാണ് എന്ന കാര്യം തർക്കമില്ല. 2 യൂണിറ്റ് ഉള്ളുവെങ്കിലും അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയാണ്.